ഹായ് കൂട്ടുകാരെ, ഈ കുഞ്ഞു മീൻ കണ്ടോ? ആറ്റുമീനാണ്, വയമ്പെന്നാണ് ഇതിവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. വയമ്പ് ഇതാണ്, പീര വെട്ടിക്കുന്നതാണ്. ഇത് ഇലിമ്പിപ്പുളി ഇട്ട് പറ്റിക്കുന്നതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഇതിനെല്ലാം നല്ലോണം വെട്ടി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇലിമ്പിപ്പുളി അരിഞ്ഞ് ഇതുപോലെ 4 5 ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇലിമ്പിപ്പുളിയുടെ സീസൺ ആണല്ലോ, അപ്പോൾ ഇതിട്ട് പറ്റിച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ മീൻ പീരയ്ക്ക്. അപ്പം ഇത് എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തേങ്ങ ഒക്കെ ഒന്ന് ചായച്ചെടുക്കാം. മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. 5 6 പച്ചമുളക് ഇട്ടു, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടു, 6 ഉള്ളി, ചെറിയ ഉള്ളി ഇട്ടു. ഇനി നമുക്ക് ആവശ്യമായ തേങ്ങ ഇട്ടു. ഞാൻ 2 പിടി തേങ്ങ ഇട്ട്, പീര ഒത്തിരി പീര വേണ്ട. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ചായച്ചുകൊണ്ട് വരാം. ചായച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മീനിൻ്റെ ഇതിലേക്ക് ഈ ചായച്ചുകൊണ്ട് വന്ന തേങ്ങാപ്പീര നമുക്കിടാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപ്പിലോട്ട് വെക്കാം. ഇച്ചിരി വെള്ളം മിക്സിയുടെ ജാറിലിട്ട് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട്, സ്വല്പം കരിയാപ്പില ഇട്ട്, നമ്മുടെ മീനിൻ്റെ അനുസരിച്ച് പുളി എടുക്കാൻ ആരും മറക്കല്ലേ. ഇത് കുറച്ച് മീനേ ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും പുളി ഇട്ടത്. ഇങ്ങനെ ഇലിമ്പിപ്പുളി ഇട്ട് പറ്റിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ്. നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ച് മീൻ പറ്റിയിട്ടുണ്ട്. ഉണ്ടോ? നല്ല സൂപ്പർ കറിയാണ്. നീ ഇത് പറ്റി കഴിയുമ്പോൾ വാങ്ങുന്നതിന് മുമ്പ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ മേലിലേക്ക് ശർക്കര ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കരിയാപ്പില ഉണ്ടെങ്കിൽ 2 കരിയാപ്പിലയും കൂടെ ഇതിൻ്റെ അതിന് മേലിലോട്ട് വെച്ച് മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഒരു ആറ്റുമീൻ പറ്റിച്ചതാണ്, ചെറിയ വയമ്പ് പറ്റിച്ചതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ടാറ്റാ.